ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഇപ്പോഴും കിട്ടാത്തൊരു ഏരിയയാണ് മെൻ്റൽ ഹെൽത്ത്. ആൻഡ് യെസ്, ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ് ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും പിന്നെ എന്തുകൊണ്ട് അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഇപ്പോഴും കിട്ടുന്നില്ല എന്നതിനെ പറ്റിയായിരിക്കും. ആൻഡ് ഓൾസോ ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്, October 10th. ഓക്കെ, ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇൻറ്റ്യൂഷൻസ്, ഡീപ് ടോക്സ് ആൻഡ് ഡീടോക്സ്. സോ എന്തായാലും ഇന്ന് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നമ്മൾ തന്നെയും പിന്നെയും മെൻ്റൽ ഹെൽത്തിനെ പറ്റി കേൾക്കാറുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? സോ നമുക്ക് അതിൻ്റെ റീസൺസിലേക്ക് പോവാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ മെൻ്റൽ ഹെൽത്ത് നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അതിപ്പോൾ നമ്മുടെ വർക്ക് ആണെങ്കിലും നമ്മുടെ സ്റ്റഡീസ് ആണെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ഇൻട്രാക്ഷൻസിലും എല്ലാത്തിലും നമുക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യും നമ്മൾ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ. സോ നമുക്ക് ചിലപ്പോൾ ഓവറായിട്ടുള്ള ആങ്സൈറ്റി വരാം. സാധാ ഒരു ലെവൽ ഓഫ് ആങ്സൈറ്റി ഈസ് ഓക്കെ, പക്ഷേ അമിതമായിട്ടൊരു ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും, പാനിക് അറ്റാക്കിലേക്ക് പോകാം. ആൻഡ് ഓൾസോ ഈ ആങ്ഷ്യസ്നെസ് കൂടിയിട്ട് പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് പോകാം, റാൻഡംലി കാര്യങ്ങൾ ഓർഡർ ഇല്ലാതെ ചെയ്യുന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം. സോ ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ മെൻ്റൽ ഹെൽത്ത് ഇഗ്നോർഡ് ആയിട്ടൊരു സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിലൊന്നും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു കാലത്തും കിട്ടത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളത് കറക്റ്റ് റീസൺ അഡ്രസ്സ് ചെയ്യണം. സോ അതുവരെ ഈ ഇഷ്യൂ അതുപോലെ തന്നെ നിൽക്കും. ആൻഡ് ദ സെക്കൻഡ് റീസൺ വൈ മെൻ്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് നിങ്ങളുടെ മിക്ക റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കും. നിങ്ങളുടെ ഫാമിലിയായിട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ ഈ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ നല്ലപോലെ ബാധിക്കും. ആൻഡ് ഓൾസോ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലവ്ഡ് വൺസിൻ്റെ സന്തോഷവും അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും അവരുടെ എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തൊരു സൈഡിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ലവ്ഡ് വൺസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി അതൊരു സെൽഫിഷ് കാര്യമില്ല, പക്ഷേ നിങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പിൽ പല ഇഷ്യൂസും ഉണ്ടാകുന്നത് ഈ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാരണമാണ്. അതിപ്പോൾ ഫാമിലി ഡിസ്ഫങ്ഷൻ ആകുന്നതാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതാണെങ്കിലും ലവ് റിലേഷൻസിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതാണെങ്കിലും അത് മെൻ്റൽ ഹെൽത്തിന് കറക്റ്റായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ നിങ്ങൾ നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താത്ത കൊണ്ടാണ്. ദ തേർഡ് റീസൺ വൈ മെൻ്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന ഫിസിക്കലായിട്ട് വരുന്ന പല അസുഖങ്ങളും ഇസ് ആക്ച്വലി എ മാനിഫെസ്റ്റേഷൻ ഓഫ് യുവർ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഫിസിക്കലി ഉണ്ടെങ്കിൽ അത് ആക്ച്വലി അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇമോഷൻസിലൂടെ ആയിരിക്കും. എന്തെങ്കിലും സപ്രസ്ഡ് ഇമോഷൻസിലൂടെ ആയിരിക്കും, ലോങ് ടേം ആയിട്ടുള്ള സപ്രസ്ഡ് ഇമോഷനിലൂടെ ആയിരിക്കും അത് ബോഡിയിൽ കാണിക്കുന്നത്. ഇപ്പോൾ ആങ്സൈറ്റി ഉള്ളവർക്ക് വയറിളക്കം വരുന്നത് അതൊരു എക്സാമ്പിളാണ്. ആൻഡ് ഓൾസോ അങ്ങനെ പല സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളാണ് പലതും ഈ വരുന്നത്. വിച്ച് ഇസ് സൈക്കോസൊമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ ഇമോഷൻസ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഇന്റേണലി തോട്ട്സിൽ നിന്ന് ഇമോഷൻസിൽ നിന്നുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് അത് ബോഡിയിലേക്ക് വരുന്നത്. സോ ഇതാണ് ഈ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസീസസ് എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെ കോസസ് എക്സ്റ്റേണൽ ആയിരിക്കണം എന്നില്ല. ചിലതിൻ്റെ കോസസ് ശരിക്കും പറഞ്ഞാൽ ഇൻസൈഡാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട്സും നെഗറ്റീവ് ഇമോഷൻസുമാണ് നമുക്ക് പല അസുഖങ്ങളായിട്ട് ബോഡിയിൽ മാനിഫെസ്റ്റഡ് ആകുന്നത്. അതിൻ്റെ വേറൊരു ഉദാഹരണമാണ് സപ്രസ്ഡ് ലോങ് ടേം സപ്രസ്ഡ് ആയിട്ടുള്ള ആങ്കറാണ് പലപ്പോഴും ക്യാൻസറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇതാണ് സംഭവം. സോ നമ്മളിപ്പോഴേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കെയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ സേവിങ് യു ഫ്രം യുവർ ഫിസിക്കൽ ഹെൽത്ത്. നാലാമത്തെ റീസൺ വൈ മെൻ്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് ഓവർ ആൻഡ് എബോവ് ഓൾ ദാറ്റ് യു നീഡ് എ ഹാപ്പി ലൈഫ്. നിങ്ങൾക്ക് കുറച്ച് സമാധാനമായിട്ട് തന്നെ ജീവിക്കണ്ടേ, അല്ലാതെ എപ്പോഴും ഒരു സർവൈവൽ മോഡിൽ ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള എല്ലാ റിസോഴ്സസ് ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തണം. പലർക്കും സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് വരെ പോകാറുണ്ട്. വൈ? ബിക്കോസ് മെൻ്റൽ ഹെൽത്ത് ഇഗ്നോർഡ് ആണ്. ആ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഏരിയയിൽ ആക്ഷൻ എടുക്കാത്ത കാരണം ലൈഫ് മിസറബിൾ ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ അതിലും പെടും. സോ അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് വൈ മെൻ്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ നമ്മൾ നോക്കിയത് എന്തുകൊണ്ടാണ് മെൻ്റൽ ഹെൽത്ത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നതാണ്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് മെൻ്റൽ ഹെൽത്ത് ഇത്രയ്ക്ക് അങ്ങോട്ട് ഇഗ്നോർഡ് ആയി പോകുന്നത്? അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഇസ് ദാറ്റ് മെൻ്റൽ ഹെൽത്ത് ഇപ്പോഴും ഒരു ടാബു ആണ്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചുമ്മാ ഒരു തോന്നലായിരിക്കും, അല്ലെങ്കിൽ അത് മടിയായിരിക്കും, അല്ലെങ്കിൽ ഇത് അടവായിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. മെൻ്റൽ ഹെൽത്ത് എന്ന ആ ഒരു സാധനം എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്.
സോ ഇത് കാരണമാണ് ഇതിന് അത്രയ്ക്ക് ഇഗ്നോർഡായി പോകുന്നത്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൂടാ, എന്തുകൊണ്ട് അത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതും പലർക്കും അറിഞ്ഞുകൂടാ ഇപ്പോഴും. മെൻ്റൽ ഹെൽത്തിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കിട്ടാത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഇസ് ഇൻവിസിബിൾ. ആ ഒരു സംഭവം കുറച്ച് ഇൻവിസിബിൾ ആണ്. അതായത് നമുക്ക് സാധാ ഫിസിക്കൽ എയിൽമെൻറ്റ്സ് പോലെ പുറമേ കാണിക്കുന്ന ഒരു സംഭവമല്ല മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും വി ആർ ഗെറ്റിംഗ് ബെറ്റർ എന്ന്. പക്ഷേ എങ്കിലും ഒരു നല്ലൊരു പരിധി വരെ സംഭവം ഇൻവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബാക്കി അസുഖങ്ങൾക്ക് കാശും പണവും ടൈമും ചിലവാക്കുന്ന പോലെ മെൻ്റൽ ഹെൽത്തിന് കാശും സമയവും ചിലവഴിക്കാൻ ആൾക്കാർ മടിക്കുന്നു. പക്ഷെ അവിടെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. ഈ ഇഗ്നോർഡ് ആവുന്ന മെൻ്റൽ ഹെൽത്തിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്, ഇൻക്ലൂഡിങ് യുവർ ഫിസിക്കൽ ഹെൽത്ത്, ഇൻക്ലൂഡിങ് നമ്മുടെ റിലേഷൻഷിപ്പ്, ഇൻക്ലൂഡിങ് നമ്മുടെ കരിയർ സക്സസ്. അങ്ങനെയെല്ലാം ആ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരുപാട് ലൈഫിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഇത്രയ്ക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. സോ ഈ ഇൻവിസിബിൾ ആയിരുന്ന ഒരു റീസൺ ആണ് ശരിക്കും ഇതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കിട്ടാത്തത്. തേർഡ് റീസൺ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കിട്ടാത്തതിൻ്റെ, മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ വട്ട് ഭ്രാന്ത് അങ്ങനെ ആ ഒരു മൈൻഡിലെടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. നാണക്കേടാണ് ഇതിനൊക്കെ നമ്മൾ സെഷൻ എടുക്കുന്നത്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന നാണക്കേടാണ്, സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന നാണക്കേടാണ്. കാരണം അത് നമ്മുടെ മനസ്സിന് വരുന്ന എന്തോ അസുഖം എന്ന് വെച്ചാൽ വലിയ എന്തോ ഒരു നാണക്കേടാണത്. പക്ഷേ പറയുന്ന കളിയാക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ചിലർ മാത്രം ധൈര്യം കാണിക്കും അത് പോയി അതിന് ആ ഇഷ്യൂസിൽ വർക്ക് ചെയ്യാനും പരിഹാരം കണ്ടെത്താനും. സോ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ചെറുത് തൊട്ട് വലുതിലേക്ക് പല റേഞ്ചിലുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുകയാണെങ്കിൽ 100% ആൾക്കാർക്കും എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ അവർ സഫർ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് റെക്കഗ്നൈസ് ചെയ്യാനൊന്നും അവർക്ക് അറിഞ്ഞുകൂടാത്ത കാരണം. പക്ഷേ ചില ആൾക്കാർ ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കും. സോ എന്തോ ഇഷ്യൂ ഉണ്ട്, പോകുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, ആക്ഷൻ എടുക്കുന്നു, അവരവിടെ ഇമ്പ്രൂവ്മെൻറ്റും ചേഞ്ച് കൊണ്ടുവരുന്നു. അത് ചുറ്റുമുള്ളവർക്കൊക്കെ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റിലേഷൻഷിപ്പ് നന്നാവും, നമ്മുടെ ഫാമിലി നന്നാവും. എല്ലാവർക്കും ഒരാൾ തെറപ്പിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ചുറ്റുമുള്ളവർക്കൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ ഇപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ പലർക്കും ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ നമ്മളൊരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോരോഗി, ആ ഒരു പ്രത്യേക തരം ടാഗ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അത് സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് ഒരു സങ്കടകരമായിട്ടുള്ളൊരു ഫാക്റ്റാണ്. മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കിട്ടാത്തതിൻ്റെ നാലാമത്തെ കാര്യം, എല്ലാവർക്കും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. സോ അത് കാരണം ഇത് നോർമലാണ്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട, അല്ലെങ്കിൽ സെഷൻ എടുക്കണ്ട, ഒരു ആക്ഷനും എടുക്കണ്ട, ബിക്കോസ് ഇറ്റ്സ് വെരി കോമൺ. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര റോങ് ആണ്. ഇത് കാരണമാണ് മെൻ്റൽ ഹെൽത്ത് വളരെയധികം ഇഗ്നോർഡായി പോകുന്ന ഒരു റീസൺ. കാരണം ആരെങ്കിലും എനിക്ക് ഇന്ന ഇഷ്യൂ ഉണ്ട്, ഐ എം കൺസേൺ എന്ന് പറയുമ്പോൾ വേറെ ആൾക്കാർ ഇതെല്ലാവരും അനുഭവിക്കുന്ന ഇഷ്യൂസൊക്കെയാണ്, അത് കാരണം മേ ബി സമാധാനിപ്പിക്കാനായിരിക്കും ഇവർ പറയുന്നത്. പക്ഷേ അവിടെ ഒരു നമ്മളെ തന്നെ അവോയ്ഡ് ചെയ്ത് കളയുന്നൊരു ഇഷ്യൂ ആണ്. കാരണം ഇഷ്യൂ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നതിന് പകരം ഇത് നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ തന്നെ രക്ഷപ്പെടുത്താനായിട്ടുള്ളൊരു ചാൻസ് ആണ് അവിടെ ഇല്ലാണ്ടാക്കുന്നത്. സോ നാലാമത്തെ റീസൺ ഇതാണ്. ഐ തിങ്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ള ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തെന്ന്. മെയിൻലി എൻ്റെ ഉദ്ദേശം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊരു അവയർനെസ് കൊണ്ടുവരാനായിട്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയിക്കാനും അത് ഇമ്പോർട്ടൻസ് കിട്ടാതിരിക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാനും ആയിട്ടായിരുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലും സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂവിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട്. സോ മെൻ്റൽ ഹെൽത്തിന് കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കുന്നതും കറക്റ്റായിട്ട് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതും ഇതൊന്നും ഒരു മോശപ്പെട്ട കാര്യമല്ല. ഇതിൽ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല പലർക്കും കാര്യങ്ങളെപ്പറ്റി അറിയാമെങ്കിലും ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് അവരുടെ എന്തോ ഒരു തോൽവിയായിട്ട് അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ട് അവർ പെർസീവ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവർക്ക് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർ സെൽഫ് സഫിഷ്യൻ്റ് അല്ല എന്നൊരു തോന്നൽ വരും. അതായത് നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് എടുക്കേണ്ട വന്നു എന്നൊരു തോട്ടും വരുന്ന ആൾക്കാരുണ്ട്.
കുറവാണ്, പക്ഷെ എന്നാലും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഒരു ചിന്തയും വേണ്ട. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കുക. ഇന്നൊരു അവയർനെസ് കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട്. സോ താങ്ക് യു. സ്റ്റേ ഹാപ്പി.